ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായ സ്നേഹമുള്ളവരെ, നമ്മൾ ബലിയർപ്പിക്കുവാനായി യാത്താട് ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വിശുദ്ധയെ സംബന്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ആരാധന മത്സരത്തിൽ പുതിയ കാലം ആരംഭിക്കുകയാണ്. കൈത്താക്കാലം. നമുക്ക് വിശ്വാസത്തോടെ ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹന്മാരുടെ ഓർമ്മയെ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കതെല്ലാം ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെന്താകും. കണ്ണിലങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവിടും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക്
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് എന്റെ കൂടെ. കർത്താവേ, എന്നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനയത്വം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, അപ്പസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒരു വചനം വെച്ചാൽ മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. അപ്പസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. സർവജനായ ഭരണകർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രണ്ടാം വായന. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 1, വചനങ്ങൾ 9 മുതൽ 16 വരെ. ഒരു ആശീർവദിച്ചു. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സഹോദരരെ, നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായത് പൗലോസാണോ? പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ക്രിസ്പോസിനെയും ഗായൂസിനെയും അല്ലാതെ നിങ്ങളിൽ മറ്റാരെയും ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കുകയില്ല. സ്തേഫാനോസിന്റെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ മറ്റാരെയെങ്കിലും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം,
സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആ ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുന്നോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിലിരുന്ന സകലരുടെ മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകുവാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് 84 വയസ്സായിരുന്ന കത്തോലിക്ക പുരോഹിതനായ സ്റ്റാൻ സ്വാമി ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവസാന നാളുകളില് ജയിലിൽ അദ്ദേഹം അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെ ഓർത്ത് നമ്മൾ വിലപിക്കുന്നുണ്ട്. നമുക്ക് ദുഃഖമുണ്ട് എല്ലാം കേൾക്കുമ്പോൾ. ലോക മനസ്സാക്ഷി തന്നെ അത് ഞെട്ടിച്ചു കളഞ്ഞു. UN-ഉം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പല പ്രമുഖ സംഘടനകളുമെല്ലാം ഈ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ച കിരാത പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും അവർ ആക്രോശം പ്രകടിപ്പിക്കുകയും ചെയ്തു. നമുക്ക് പലർക്കും അദ്ദേഹത്തോട് ഒത്തിരി സഹതാപമുണ്ട്. ഞാൻ വേറൊരു ആംഗിളിൽ ഇതിനെ കാണുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നു. കാരണം ഇത് ഇന്ന് തുടങ്ങിയതല്ല. മതവും രാഷ്ട്രീയവും ഭരണകൂടവും നീതിപീഠവും അതുപോലെ തന്നെ വ്യവസായികളെല്ലാം ഒരുമിച്ച് ചേർന്നാല് അതിനെ തകർക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അതൊരു വലിയ ശക്തിയാണ്. ഇതേ ശക്തി തന്നെയായിരുന്നു ഈശോ മിശിഹായെ ക്രൂശിലേറ്റതും. അന്നത്തെ മതപുരോഹിതന്മാരും അന്നത്തെ നീതിപീഠവും അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെല്ലാം അവെല്ലാം കൂടെ ചേർന്നിട്ടാണ് യേശുവിനെ കുരിശിൽ തറച്ചത്. നമ്മൾ വിചാരിക്കും ഫാദറിന് സ്റ്റാൻ സ്വാമിക്ക് ഒരു സ്ട്രോ കൊടുത്തില്ല അന്നത്തെ പ്രസിഡന്റുള്ളവര്, അല്ലെങ്കിൽ കിടക്കാൻ പുതപ്പ് കൊടുത്തില്ല, അദ്ദേഹം തണുത്ത് വരച്ചു എന്നൊക്കെ നമ്മൾ ഓർക്കും. കഷ്ടമായി പോയി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി, ദരിദ്രരായവർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വേണ്ടി ജീവിച്ച ആ മനുഷ്യരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ കാര്യമല്ല. അദ്ദേഹത്തിന് 84 വയസ്സുണ്ടായിരുന്നു. നമ്മളിൽ പലരും റിട്ടയർ ആകുന്ന 55 വയസ്സിലാണ്, അല്ലെ 60 വയസ്സിൽ. അതിനുശേഷം നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കും, സുഖമായിട്ട് ജീവിക്കും. കുഞ്ഞുമക്കളെയും അല്ലെ പട്ടിക്കുഞ്ഞിനെയൊക്കെ വളർത്തി സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന, പൂന്തോട്ടമൊക്കെ നട്ടു വളർത്തി ജീവിക്കുന്ന കാലഘട്ടം. പക്ഷെ അദ്ദേഹം അതിനുശേഷവും ആ പ്രായത്തിന് ശേഷവും 25 കൊല്ലം ജീവിച്ചു. 84 വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇടയില് പടുവൃദ്ധനാണ്. പക്ഷെ അദ്ദേഹം ഒരു ചെറിയ മുറിയിൽ ആദിവാസികളുടെ കൂടെ താമസിക്കുകയും നിലത്ത് കിടന്ന് ഉറങ്ങുകയും ലളിതമായ ജീവിതം നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു സ്ട്രോ കിട്ടാത്തതോ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു പുതപ്പ് കിട്ടാത്തതൊന്നും ഇഷ്യൂ അല്ല. അതിന്റെ കാരണം
അതിനേക്കാൾ മഹത്തായ ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ലക്ഷക്കണക്കിന് ആദിവാസികൾ പുനരുദ്ധാരത്തിന് വേണ്ടി അവർക്ക് പ്രചോദനമായിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പടപൊരുതി. ഇതെല്ലാം അദ്ദേഹം മുന്നേ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഭരണകൂടവും ഈ നീതിപീഠവും ഒക്കെ തനിക്കെതിരെ തിരിയും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. യേശുവിനെ പോലെ തന്നെ യേശു കുരിശിൽ മരിച്ചത് സ്വമേധയാണ്. യേശു കുരിശിൽ മരിച്ച് കിടന്നപ്പോൾ, അല്ലെങ്കിൽ കുരിശിൽ കിടന്നപ്പോൾ ആണികളേറ്റപ്പോൾ അല്ലെങ്കിൽ ചമ്പട്ടിയുടെ ഏറ്റപ്പോൾ അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാവും, പക്ഷേ വിലപിച്ചില്ല. നമ്മളാരും ചെന്ന് രക്ഷപ്പെടുത്തുന്ന ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അത് തന്റെ പൂർവ്വം അത് സ്വീകരിക്കുകയാണ്. അതുപോലെ സ്റ്റാൻ സ്വാമിയും തന്റെ പൂർവ്വം ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ അഭിമുഖീകരിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മഹാനായി തീർന്നത്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞാൻ പറഞ്ഞു. ഈ സ്റ്റാൻ സ്വാമിയെ നമ്മൾ പരിചയപ്പെടുന്ന എപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത്? കഴിഞ്ഞ ഒക്ടോബറിൽ 9 മാസങ്ങൾക്ക് മുൻപാണ് ഇതിന് പുരോഹിതൻ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു നമ്മൾ അറിഞ്ഞത്. ഇനി അദ്ദേഹത്തിന് കൂടുതൽ നമുക്ക് സ്നേഹവും പ്രചോദനം ലഭിച്ചപ്പോഴാണ് ഈ ജയിലിൽ ഈ പീഡനങ്ങൾ ഏറ്റപ്പോൾ, അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ, അദ്ദേഹം ഒരു രോഗിയായിട്ട് മരിച്ചപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തോട് സിമ്പതി തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ മരണം അതുമൂലം കോടിക്കണക്കിന് സാധാരണക്കാര് അല്ലെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ്. ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഒരു ആവേശമാണ്. ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരായവർക്കും അദ്ദേഹം ഒരു ഇൻസ്പിറേഷനാണ്. അതൊരു വലിയ സംഭവമാണ്. ദൈവം വരുത്തി വെച്ചതാണ്. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു ദാനമാണ്. ഇന്ന് അദ്ദേഹം ഒരു സാധാരണ ആദിവാസികളെ പ്രവർത്തിച്ച ഒരു പുരോഹിതനല്ല, മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരു ആരാധനാ പാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ്, ഒരു മോട്ടിവേഷനാണ്. അദ്ദേഹം ഭാവിയിൽ അദ്ദേഹം ഒരു വിശുദ്ധനായിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെടും. കത്തോലിക്ക സഭയും അതുപോലെ അത് സംവിധാനങ്ങളും ഒന്നും ഒരു പരിധിവരെ അദ്ദേഹത്തെ സഹായിച്ചില്ല നമുക്ക് തോന്നും. അതെന്തുമാകട്ടെ, അതതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ദൈവത്തോടു കൂടി അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ആദിവാസിയോട് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇനി ഈ പുരോഹിതന് ഇതെല്ലാം സഹിക്കുവാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ലഭിച്ചത്? അദ്ദേഹം നല്ല ഒരു പണ്ഡിതനായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഒരു കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ സാധാരണക്കാരന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഈ പാവങ്ങളുടെ ഇടയിൽ ആരോരും അറിയാതെ ജീവിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോ വികാരം എന്താണ്? കർത്താവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം, ദരിദ്രരെയും വികലാംഗരെയും പാവപ്പെട്ടവരെയും നിധി നിശ്ചയിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം എന്നുള്ള കർത്താവിന്റെ ആഹ്വാനമാണ്. നമ്മളിപ്പോൾ കൈത്താക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ത്രീഹന്മാരെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്മരിക്കുകയാണ്. അവരുടെ ജീവിതവും ആ സമർപ്പണ ജീവിതവും അതുവഴിയായിട്ട് സഭയുടെ വളർച്ചയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. സഭ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പ്രതീക്ഷിക്കുന്ന കാലഘട്ടമാണ് ഈ കൈത്താക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാദറിന് ആ പാവങ്ങളുടെ ഇടയിൽ ജീവിക്കുവാനുള്ള പ്രചോദനം നമുക്ക് ലഭിച്ചത് എന്തുകൊണ്ടാണ്? എളിമ എന്ന പുണ്യമുള്ളത് കൊണ്ടാണ്. ഈ എളിമയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് എളിമ? നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ആ സെൽഫ് റെസ്പെക്ട് വരേണ്ടത് സെൽഫ് അവയർനെസ്സിൽ നിന്നാണ്. ഞാൻ ആരാണ് എന്നുള്ള സ്വയം ബോധ്യത്തിൽ നിന്നാണ് സെൽഫ് റെസ്പെക്ട് വരേണ്ടത്. സെൽഫ് റെസ്പെക്ട് എനിക്ക് ഉണ്ടാകുമ്പോൾ, എന്റെ കുറവുകള് അവയർനെസ് ഉണ്ടാകുമ്പോൾ എന്റെ കുറവുകളെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങനെ എന്റെ കുറവുകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ അംഗീകരിക്കുവാനും എനിക്ക് സാധിക്കുന്നു. അതാണ് എളിമ. എളിമ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുക, മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ സാധിക്കുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ സാധാരണ എളിമ. കാരണം അവനും എന്നെപ്പോലുള്ളൊരു മനുഷ്യനാണ്. അപ്പൊ വീട്ടിൽ നമ്മൾ പത്രം ഇടാൻ വരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ വരുന്ന സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാറ് കഴുകുന്നവനായിരിക്കാം, നമ്മുടെ വീട്ടിൽ കൂലിപ്പണിക്ക് വരുന്നവനായിരിക്കാം, അല്ലെങ്കിൽ ഏത് കച്ചറ എടുക്കാൻ വരുന്നവരായിരിക്കാം. അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നും അവർക്ക് അവരുടേതായ സെൽഫ് റെസ്പെക്ട് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ അധികാരം കൊണ്ടോ അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അത് ക്രിസ്തീയമല്ല. അതാണ് നമുക്ക് എളിമയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. എളിമയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ബഹുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. എളിമയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എളിമയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും മറ്റുള്ളവരുടെ സാന്നിധ്യം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അവരെ കാണുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആകും. കാരണം നമ്മൾക്ക് ഒത്തിരി ഈഗോ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഈഗോ പോയി കഴിയുമ്പോൾ
ഏത് ദുഷ്ടം വന്നാലും, ഏത് വലിയവൻ വന്നാലും, ഏത് സാധാരണക്കാരൻ വന്നാലും നമ്മളൊന്നും ഡിസ്റ്റർബ് ആവുകയില്ല. അപ്പോൾ നമ്മള് കർത്താവിന്റെ ആഹ്വാനം ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കാം. എളിമ എന്ന പുണ്യമാണ് എല്ലാ പുണ്യങ്ങളുടെയും മാതാവ് എന്ന് പറയും. ഹ്യൂമിലിറ്റി ഇസ് ദ മദർ ഓഫ് ഓൾ വെർച്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമിലിറ്റി എന്ന, എളിമ എന്ന പുണ്യമുണ്ടാവാൻ പരമാവധി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരു വൈദികൻ ഒരു ബിഷപ്പായിട്ട് അപ്പോയിന്റഡ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ആവേശമാണ്. നിങ്ങൾ മെസ്സേജ് ചെയ്യും, കൺഗ്രാസ്, ബെസ്റ്റ് വിഷസ്, യു ആർ വണ്ടർഫുൾ, യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറയും. എന്നാൽ ആ വൈദികനെ ആദിവാസികളുടെ ഇടയിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ യു മേ നോട്ട് സെൻഡ് എനി മെസ്സേജ്, കൺഗ്രാസ്, ബെസ്റ്റ് വിഷസ്, യു ആർ ഗ്രേറ്റ് എന്ന് പറയുകയില്ല. പക്ഷേ പാവപ്പെട്ട ഇടയിൽ ജീവിക്കുവാൻ, ആദിവാസികളെ ജീവിക്കുവാനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ സഭയ്ക്കൊക്കെ, നമ്മൾ സഭയെക്കുറിച്ചൊക്കെ അധികം പറയുന്നില്ല, കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒത്തിരി സ്ഥാപനങ്ങളും ഒത്തിരി സ്ഥലങ്ങളും ഇതൊക്കെ സൂക്ഷിക്കുവാനും ഇതൊക്കെ വീതം വെക്കുവാനും ഒക്കെയാണ് സഭാധികാരായിട്ട് സമയമുള്ളൂ. അതുകൊണ്ടാണ് സഭയ്ക്ക് തെറ്റുകൾ പറ്റുന്നത്. ഇന്ന് പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ പലപ്പോഴും സഭയ്ക്ക് സ്കാൻഡലായി തീരുന്നുണ്ട്. ഒത്തിരി പണം കൂടുമ്പോൾ, ഒത്തിരി സ്ഥാപനങ്ങൾ കൂടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അധികാരവും ധനവും എല്ലാ പൊസിഷനും എല്ലാം കൂടുമ്പോൾ അവിടെ പിശാചിന്റെ പ്രവർത്തനങ്ങളും കൂടും. അപ്പോൾ സ്റ്റാൻ സ്വാമി, അതുപോലെ തന്നെ കുത്തേറ്റ് മരിച്ച റാണി മരിയ വിശുദ്ധയാവുന്നു, അതുപോലെ തന്നെ മദർ തെരേസ, ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ വിളക്കുകളാണ്. ഇവരൊക്കെ കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എളിമപ്പെട്ട് ജീവിച്ചവരാണ്. നമ്മളും അതിനുവേണ്ടി അതിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. പരമാവധി പറ്റുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള എളിമയോടുകൂടി, വിശുദ്ധിയോടുകൂടി, മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കുവാൻ പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളുമാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം സഭ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ പിതാവായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്കും സെബാസ്റ്റ്യൻ മെത്രാനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയെ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവ്വവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. ഇസ്രായേലിൻ നായക എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവ്വവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കുമാമേ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും
മകടഞ്ചുടെ സാക്ഷയുടെയും സ്മരണയുടെ കൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിരസുദ്രഹമായ ഉദ്ധാനം വഴി നീ മഹത്വം ഉയർപ്പിക്കുമെന്ന് പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും ഇത് ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം പ്രതിപാദിക്കുവാൻ എന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, സുഹൃത്തുക്കൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും പണികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ചു ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്ന കടങ്ങൾ വഴി പൂർത്തിയാവുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാൽ ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസപ്രകടനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുക. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ
രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കും. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിന് എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. പരിശുദ്ധരും അരുവികളുമായ ക്രൊവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയെന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനവാന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട്. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമാലേമ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിത ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷിയുടെയും വന്ദനയുടെയും ബഹുമാനത്തിന് വേണ്ടിയും
അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിജനകമായ വിധം അർത്ഥിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ലോകത്ത് നാനാഭാഗങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ ബലി സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ കുടുംബത്തിനു വേണ്ടിയും അവരുടെ നിയമങ്ങൾക്ക് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ നിയമങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസർക്ക് വേണ്ടിയും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കും ഞങ്ങളുടെ നാഥനിഷ്കനുമായ ഈശ്വരസിംഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശുദ്ധരെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ആശ്രവദിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനല്ലേ പ്രത്യാശിക്കും തന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വന്നിച്ച് സ്വകരാജ്യത്തിനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശ്വംസിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായ ഈ അപ്പം സ്വർഗത്തിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുഗ്രഹമേകുന്ന സമയമിതാ, കപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയ ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയ ദിവ്യ സ്നേഹമേ. നമ്മുടെ കർത്താവേശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വിരോധങ്ങളും കലങ്ങളും വഴിയും നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശുദ്ധതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും
പരിശുദ്ധാത്മാനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന പതനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശ്വം ശിഖാടകഭാവനം അവിടുത്തെ കാരണത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർത്തിക്കുവാൻ ഈ ദിവ്യകൂദാശ നമ്മെ ശക്തരാക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമീൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുതരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേയും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായ സുദർഹവും പരിശുദ്ധവും ജീവിതായകവുമായ ദിവരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പ്രകടിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും. മാമോദീസ വഴി ദൈവിക ജീവന് നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും ദിവ്യരഹസ്യങ്ങളാലും നമ്മെ സമ്പന്നരാക്കുകയും ചെയ്ത കർത്താവും രക്ഷകനുമായ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സഭയെ സമ്പന്നമാക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീരരക്തങ്ങളാലും പരിപുഷ്ടരായ നമ്മെ ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നയിക്കട്ടെ. നമ്മുടെ കർത്താവീശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിന്റെ എല്ലാ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.